എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും ചെയ്യുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങളായി 2-3 ദിവസമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്നലെ ചെയ്ത വീഡിയോയിൽ മൺഡേ മീലാദുന്നബി ദിനവും അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഹോളിഡേ ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണെന്ന് പറഞ്ഞു. ഒരു തെറ്റായ ഇൻഫർമേഷനാണത്. ഞാൻ ഏഞ്ചൽ വണ്ണിൽ വന്ന ഈ ഒരു ന്യൂസിന് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ ന്യൂസ് ഫുള്ളായി വായിച്ചില്ല. ഞാനിവിടെ സെറ്റിൽമെൻറ്റ് ഹോളിഡേ ഓൺ 16th September 2024 എന്ന് വായിച്ചു. അതിനുശേഷം ഇവിടെ സെറ്റിൽമെൻറ്റ് ഹോളിഡേ ഡ്യൂ ടു ഈദ് മിലാദ് എന്ന വായിച്ചുള്ളൂ. അതിനുശേഷമുള്ളത് വായിച്ചില്ല. ദി കറൻസി സെഗ്മെൻറ്റ് വിൽ ബി ക്ലോസ്ഡ് ഓൺ ദിസ് ഡേ ഫോർ ട്രേഡിംഗ്. കറൻസി സെഗ്മെൻറ്റ് മാത്രമാണ് ക്ലോസ് ആയിട്ടുള്ളൂ. ഹവർ ദി സെഗ്മെൻറ്റ്സ് ആർ ഓപ്പൺ. അതായത് മറ്റുള്ള അതർ സെഗ്മെൻറ്റ്സ് ആർ ഓപ്പൺ ആണ്. അത് ഞാൻ വായിച്ചില്ല. അത് പെട്ടെന്ന് തന്നെ ഇത്രയും വായിച്ചപ്പോൾ പിന്നെ ഏതായിരുന്നാലും തിങ്കളാഴ്ച ലീവായിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരുന്നു. പക്ഷേ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു മെമ്പറാണ് വീഡിയോ കണ്ടിട്ട് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. യൂട്യൂബിൽ ഇന്നലെ കൊടുത്ത തമ്പനെയിൽ തെറ്റാണ്, അത് മാറ്റും. ഇന്ന് 3 എക്സ്പയറി ഇല്ല. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ വന്നാൽ 3 തരത്തിലുള്ള മറ്റു ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ആഫ്റ്റർ ഓപ്ഷൻ കമ്മോഡിറ്റി, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കമ്മോഡിറ്റി സെഷനിൽ ഉൾപ്പെടുന്ന കമ്മോഡിറ്റി സെഗ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ട്രേഡുകളും, അതുപോലെ തന്നെ ആഫ്റ്റർ പെയ്ഡ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഓപ്ഷൻ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പും. അതേസമയം ആഫ്റ്റർ കമ്മോഡിറ്റിയിൽ നമ്മൾ സ്റ്റോക്ക് ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ പെയ്ഡ് എന്ന ഗ്രൂപ്പിൽ സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്നില്ല, അതിൽ ഇൻഡെക്സ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആഫ്റ്റർ ഫോറക്സ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫോറക്സ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ടെൻഷനും ഇല്ലാത്ത ഒരു സംഗതിയാണ്. ടൈം ഡിക്കേ ഇല്ല, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇല്ല. അതുപോലുള്ള മറ്റ് നമ്മൾ ഇൻഡെക്സ് ഓപ്ഷനിൽ അഭിമുഖീകരിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ടെൻഷനും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഫോറക്സിൽ. അപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്ത് ഡെയിലി ഒരു ലോട്ടൊക്കെ എടുത്ത്, അതായത് 0.01 ലോട്ട് എടുത്ത് സ്കാൽപ്പിംഗ് ചെയ്താൽ ഒരു $2 വൈകുന്നേരം വരെ സ്കാൽപ്പിംഗ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയം ഉള്ള സമയത്തൊക്കെ, അതായത് അത്യാവശ്യം നേരം കിട്ടുന്ന സമയത്തൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, സ്കാൽപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ $10-15 ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. താല്പര്യമുള്ളവർക്ക് മാത്രമല്ല, ഞങ്ങൾ കൊടുക്കുന്ന സജഷനുകൾ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഞങ്ങളുടെ ലിങ്ക് വഴി, അതായത് ഞങ്ങളുടെ റെഫറൽ കോഡ് എൻ്റർ ചെയ്ത് അതുവഴി ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്കും അംഗമാവാം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള 4 സ്റ്റോക്കുകളെ കുറിച്ച് പരിചയപ്പെടാം. ഇതാണ് ആഫ്റ്റർ ഫോറക്സ് എന്ന ഗ്രൂപ്പ്. ഫോറക്സ് മാത്രമാണ്. ഫോറക്സ് അതേസമയം ഈ പ്ലാറ്റ്ഫോമിൽ, അതായത് എക്സ്പ്നസ് എന്ന പ്ലാറ്റ്ഫോമിൽ ക്രിപ്റ്റോ കറൻസി, അതായത് ബിറ്റ് കോയിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മോഡിറ്റി സെഗ്മെൻറ്റിലുള്ള US ഓയിൽ വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടാം. ഓക്കെ, ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡോ ജോൺസ് സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ്. അതുപോലെ തന്നെ നാസ്ഡാക്ക് ഒരു 175 പോയിൻറ്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും സ്ലൈറ്റ്ലി പോസിറ്റീവ്. അതേസമയം ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 41 പോയിൻറ്റ്. ഇന്നലെ റാലിക്കുണ്ടായ കാരണം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് സെൻസെക്സ് എക്സ്പയറിയുടെ കൂടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, തീർച്ചയായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും അതുപോലെ ബാങ്ക് നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളും ഹൈ റാലിയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരു 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. കഴിഞ്ഞ ദിവസം ഏത് ദിവസമാണ് സ്റ്റോക്കുകൾ കൊടുത്തത് എന്നുള്ളത് ഓർമ്മയില്ല, അതുകൊണ്ട് അതിൻ്റെ അനാലിസിസ് നോക്കുന്നില്ല. നമുക്ക് ആദ്യമായി സൺ ടി വി ആണ്. സൺ ടി വിയിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു എൻട്രി എടുത്ത് പോകാം. സൺ ടി വിയൊക്കെ ഒരു അപ്സൈഡ് മോഡ് തന്നെയാണ് ഉള്ളത്. 813 എൻട്രി എടുത്തു കഴിഞ്ഞാൽ 809 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 817, 820 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിന് മുകളിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വാച്ച് ചെയ്ത് പരമാവധി പ്രോഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഗ്ലെൻമാർക്കാണ്. ഗ്ലെൻമാർക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഇന്ന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ
ഇവിടെ നോക്കൂ, നമുക്ക് ഇന്ന് ഇത് ബ്രേക്ക് ചെയ്ത് തരികയാണെങ്കിൽ സുന്ദരമായൊരു എൻട്രി എടുത്ത് പോകാൻ കഴിയും. 1755 എൻട്രി. 1748 ചെറിയ സ്റ്റോപ്പ് ലോസാണ്. 1748 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതോടൊപ്പം 1760, 1765 എന്നിങ്ങനെ ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് പരമാവധി ചേർക്കാൻ ശ്രമിക്കുക. അടുത്തത് ടെക്കമിലെ 2-3 തരത്തിൽ ഇന്ന് ബ്രേക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ അല്പം താഴെ വന്ന് ഒരു വി ഷേപ്പ് റിക്കവറിയാണ് നടത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നേരെ താഴെ വന്ന ഒരു വി ഷേപ്പ് റിക്കവറിയാണ്. വി ഷേപ്പ് റിക്കവറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മുകളിലേക്ക് തന്നെ പോകണം. അതിനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1651 എൻട്രി എടുക്കാം. 1644 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1658 ഫസ്റ്റ് ടാർഗറ്റ് ഈ സ്വിങ്ങിൽ. 1661 സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് 1665 ഈ സ്വിങ്ങിൽ, അതായത് ഹൈയിൽ. സ്റ്റോക്ക് അതിന് മുകളിൽ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ വീക്ഷിക്കുക. അടുത്തത് ഗോ കളറാണ്, ഗോ ഫാഷൻ. നമുക്ക് ഒത്തിരി നാളുകൾക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഹൈനെ ഇന്നലെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈനെ ടച്ച് ചെയ്ത് ചെറുതായിട്ട് മുകളിലേക്ക് പോയി. പക്ഷേ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തിട്ടില്ല. ഇന്ന് ക്ലോസ് കൂടെ ചെയ്യുകയാണെങ്കിൽ 1250 തന്നെ എൻട്രി നമുക്ക് എടുക്കാവുന്നതാണ്. 1244 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1257, 1263 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിന് മുകളിൽ പോവുകയാണെങ്കിൽ പരമാവധി സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനാലിസിസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ തരുന്ന സ്റ്റോക്കുകൾ വെറും സജഷൻ മാത്രമാണ്. ട്രേഡിംഗ് ടിപ്സുകൾക്ക്, എല്ലാ ട്രേഡിംഗ് ന്യൂസുകൾക്കും ഞങ്ങളുടെ ജനറൽ ഗ്രൂപ്പായ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാം. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.